പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആത്മവിശ്വാസവും ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയവും, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മുടെ ആശയവിനിമയം നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുമോ? നമ്മളെ ശരിയായിട്ട് ആശയവിനിമയം നടത്തുന്നില്ലെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുമോ എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, സംസാര ഭാഷയുണ്ട്, അതുപോലെ നോട്ടം, ഭാവം, സൈലൻസ്, വസ്ത്രധാരണം എല്ലാം നമ്മൾ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളാണ്. ശാസ്ത്രം പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ 40% മാത്രമാണ് സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്നത്. ബാക്കി 60% നമ്മുടെ നോട്ടത്തിലൂടെ, ഭാവത്തിലൂടെ, നിശബ്ദതയിലൂടെ, വസ്ത്രധാരണത്തിലൂടെ ഒക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യാസമാണ് നമ്മളുടെ സംസാരത്തിലൂടെ നമ്മുടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്നൊന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാര്യമാണ് പറഞ്ഞതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായാലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ എഫക്റ്റീവ് ആകുന്നുള്ളൂ. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് മറ്റൊരു രീതിയിലാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ല. അപ്പം അത് വലിയൊരു അപകടം തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഒന്ന്, മനസ്സിലാക്കിയത് മറ്റൊന്ന് എന്നുള്ള അവസ്ഥ. ഇപ്പം സൈലൻസ് ഒക്കെ ചിലർ നിശബ്ദരായിട്ടിരിക്കും. വീട്ടിൽ ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. അവനെന്താണാവോ അല്ലെങ്കിൽ അവളെന്താണോ ഈ ദിവസങ്ങൾ എന്നോട് മിണ്ടുന്നില്ല. അവൾ മിണ്ടാത്ത അല്ലെങ്കിൽ അവൻ മിണ്ടാത്തതിൻ്റെ കാരണം ഇന്നതാണെന്ന് ആ നിശബ്ദതയിലൂടെ അവൾക്ക് അല്ലെങ്കിൽ അവന് എനിക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ല. ഭാര്യ മിണ്ടാതിരിക്കുന്നത് ഇന്ന കാരണത്താലാണെന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഭർത്താവ് ചിന്തിക്കണ ഇന്നെന്ത് പറ്റിയ അവൾക്ക് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഭാര്യയുടെ നിശബ്ദത അത് യഥാർത്ഥത്തിൽ ആശയവിനിമയം സംഭവിക്കുന്നില്ല. ഭർത്താവ് നിശബ്ദനായിരിക്കുന്നത്, ചേട്ടൻ മിണ്ടാതിരിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഭർത്താവിൻ്റെ നിശബ്ദത യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. മക്കൾ മിണ്ടാതിരിക്കുന്നു, എന്തുകൊണ്ട് എന്ത് പറ്റിയാവോ മക്കൾക്ക്, അവനവളൊന്നും മിണ്ടുന്നില്ലല്ലോ, അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് മാതാപിതാക്കൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനൊരു എഫക്റ്റും ഇല്ല, അതിനൊരു ഫലമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാസ്ത്രം പറയുന്നത് നമ്മളുടെ നോട്ടം, നമ്മുടെ ഭാവം, അതുപോലെ നമ്മുടെ പെരുമാറ്റ രീതികൾ, ഇതെല്ലാം 60% കയ്യേറിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ. അയാൾ നോക്കുന്നത്, അല്ലെങ്കിൽ അയാൾ കാണുന്നത്, അല്ലെങ്കിൽ അയാളുടെ മുഖത്തെ ഭാവപ്രകടനങ്ങൾ, അത് ഇന്നതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്ററിനും അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട് സ്വീകരിക്കുന്ന വ്യക്തിയും അതുപോലെ നൽകുന്ന വ്യക്തിയും യഥാർത്ഥത്തിൽ ഫലരഹിതമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. വസ്ത്രധാരണം നമ്മൾക്ക് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിവാഹവേദിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്നിവിടെ വല്ല കല്യാണം ഉണ്ടോ എന്ന് ചോദിക്കും നമ്മൾ. കാരണം വസ്ത്രധാരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ആ ഭാഗത്ത് എവിടെയോ, ആ ദേവാലയത്തിൽ, അല്ലെങ്കിൽ ഒരു വണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കല്യാണ വണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വണ്ടി അലങ്കരിച്ചിരിക്കുന്ന മാതൃകയെ കാണുന്നത്. ആ സമയത്ത് ഒരു മരണ വീട്ടിലേക്ക് ഇപ്പം ആ ഭാഗത്തുള്ള ഒരു മരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഒന്നാമതായിട്ട് എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ആ മനോഭാവം, ആ ശ്മശാന മൂകത എന്നൊക്കെ പറയില്ലേ. പിന്നെ ആരും അധികം സംസാരിക്കുന്നില്ല, മുഖമൊക്കെ വിഷാദിച്ചിരിക്കുന്നു. എന്തുപറ്റി ഈ ഭാഗത്ത് എല്ലാവരും ഇന്നിങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുടെ ആരെങ്കിലും മരിച്ചോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. നമ്മളറിയാതെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് ഇപ്പം ഇറ്റലിയിലൊക്കെ ആണെങ്കിൽ, ഇറ്റലിയിലെ കാര്യം പറയുന്നത് ഇറ്റലിയിൽ കുറേ ആയിരുന്നുകൊണ്ടാണ്. അതായത് ഇറ്റലിയിൽ എല്ലാവരും കറുത്ത ഡ്രസ്സ് ഇട്ട് വരും. കറുത്ത ഓവർകോട്ട്, കറുത്ത പാൻറ്റ് ഒക്കെ ഇട്ട്, അതുപോലെ പെണ്ണുങ്ങളൊക്കെ കറുത്ത ഡ്രസ്സ് ഇട്ട് വരും.
അപ്പോൾ ചിലപ്പോൾ ഒരു 50-60 പേരൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും അത് കാണാനൊരു കാഴ്ചയാണ്. നമുക്ക് ശരിക്കും ഒരു മരണത്തിൻ്റെ ഒരു മനോഭാവം നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വലിയ സംസാരമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും വന്ന് ഇങ്ങനെ കസേരകളിലൊക്കെ അങ്ങ് ഇരിക്കും, അല്ലെങ്കിൽ കൂട്ടം കൂടി ബോഡി വരുന്നത് നോക്കിയിരിക്കും. അപ്പോൾ അത് നമുക്കത് ഫീൽ ചെയ്യും. ഇതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് മനസ്സിലാകണം. ഇന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, ഇന്ന് എന്തെങ്കിലും ഫ്യൂണറൽ എന്ന് പറയണ ഇറ്റലിയിൽ, ഇന്ന് ഫ്യൂണറലുണ്ടോ എന്ന് പറയും. അല്ലെങ്കിൽ എഴിൻ്റെ ആവശ്യങ്ങളോ, എല്ലാവരും കുറേ പേരെങ്കിലും വെള്ള ഡ്രസ്സ് ഇട്ട് വരില്ലേ ഒരു മരണ വീട്ടിൽ. എല്ലാവരും അത് വാലായിമ ഡ്രസ്സ് എന്നാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആ പരേതൻ്റെ, മരിച്ച ആളുടെ ബന്ധുക്കളാണല്ലേ. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. എന്താണോ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിനിമയമായിട്ട് തീരുക. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആശയവിനിമയം എന്നൊരു ഭാഷയെക്കുറിച്ച്, ഒരാശയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ വിജയപ്രദമായിട്ട് തീർന്നു എന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുക. അപ്പോൾ ആശയവിനിമയത്തിൽ സംസാര ഭാഷയ്ക്ക് ഏകദേശം കമ്മ്യൂണിക്കേഷനിൽ 40% ഉള്ളൂ. ബാക്കി ഭാവത്തിലൂടെ, നോട്ടത്തിലൂടെ, അതുപോലെ മറ്റു ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമ്മൾ കാണിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഏകദേശം കമ്മ്യൂണിക്കേഷനിൽ 60% കൈപ്പറ്റിയിരിക്കുന്നതെന്ന് ഒരു ബോധ്യം ഇന്ന് നിങ്ങൾക്ക് ജനിപ്പിക്കുമ്പോഴാണ്, അത് നിങ്ങൾക്ക് ആ ബോധ്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ വിജയപ്രദമായി എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സൈലൻസ് വളരെയധികം വലിയൊരു കമ്മ്യൂണിക്കേറ്ററാണ് എന്ന് ഇന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് സൈലൻസ് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സൈലൻസ് അനുഭവിക്കുന്ന വ്യക്തികൾക്കും ഈ സൈലൻസിൻ്റെ യഥാർത്ഥത്തിൽ, നിശബ്ദതയുടെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് അത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഒരാൾ വളരെ ഒച്ചത്തിൽ സംസാരിക്കുകയാണെന്ന് വെച്ചോ, ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒച്ചത്തിൽ സംസാരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാലാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബോധ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ചെവി അടച്ച് നമുക്ക് ചെവിക്കല്ല് പൊട്ടുക എന്ന് പറയും. ആ ഒരു അനുഭവമാണ് എനിക്ക് അനുഭവിച്ചത്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തത് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്. കാരണം ഈ സംസാരിക്കുന്ന ആള് യാത്രയിലാണ്, നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വാഹനങ്ങൾ പോകുന്നുണ്ട്, വാഹനങ്ങളുടെ സൗണ്ട് അതിജീവിച്ചിട്ട് വേണം ഇദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട്. അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിലും മറികടന്നിട്ട് ഇദ്ദേഹത്തിനൊരു കാര്യം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഇതാണ് കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അസ്വസ്ഥതയായിരിക്കും. ഇന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ, കാര്യാലയങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, ജോലി സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പോരായ്മയുണ്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മാനേജരാകട്ടെ, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റി ആകട്ടെ, ഒരു മന്ത്രിയാകട്ടെ, അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു അച്ഛൻ പ്രസംഗിക്കുമ്പോൾ അച്ഛൻ ഒത്തിരി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുകയെന്ന് വെച്ചോ, അപ്പോൾ ആൾക്കാർ ഇതെന്താണ് ഈ അച്ഛൻ എപ്പോഴും ദേഷ്യപ്പെടുന്നത് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ഫെയിലിയർ. കമ്മ്യൂണിക്കേഷൻ വാസ് എ ഫെയിലിയർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അച്ഛൻ പപ്പ എപ്പോഴും ഞങ്ങൾ നേരെ കയർക്കുന്നുണ്ട്. അതുകൊണ്ട് പപ്പ ഒരു കയർക്കുന്ന വ്യക്തി എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ പപ്പ ഈ ദേഷ്യപ്പെടുന്നതൊക്കെ എൻ്റെ നന്മയ്ക്കാണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്, ഫലപ്രദമായിട്ട് ആയി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അധ്യാപകൻ വന്ന് കുട്ടികളോട് നിങ്ങൾ മസ്റ്റായിട്ടും ഹോംവർക്ക് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ അധ്യാപകനോട് നമുക്ക് വിരോധം തോന്നുകയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഒരു ഫെയിലിയറാണ്. മറിച്ച് കുട്ടികൾ വിചാരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, ഞാൻ നോട്ട്സ് എഴുതേണ്ടത് എൻ്റെ ആവശ്യമാണ്, അതുകൊണ്ടാണ് അധ്യാപകൻ അത്ര കഠിനമായിട്ടുള്ള ശക്തമായ സ്വരത്തിൽ സംസാരിച്ചതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടാലേ
ആ കമ്മ്യൂണിക്കേഷൻ വിജയപ്രദമാവുകയുള്ളൂ. ഇപ്പം മാതാപിതാക്കൾ മക്കളെ ശാസിക്കുമ്പോൾ, മക്കൾ മാതാപിതാക്കളോട് തങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ, അവിടെയെല്ലാം അത് ഫലപ്രദമായി എന്ന് പറയണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചുവോ അത് അവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് തീരുക. അപ്പോൾ ഞാനൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണോ എന്നാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചത് അവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. അത് അങ്ങനെ അതിനുള്ളൊരു സാധ്യത എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുക. ഇപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അച്ഛാ ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഒന്നില്ലെങ്കിൽ അദ്ദേഹം നമ്മളിലേക്ക് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ രീതി കണ്ട അവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫെയിലിയറാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. മറിച്ച് ഒരാൾ ചോദിക്കണേ താങ്കൾ പറഞ്ഞത് ഇന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം ഏത് തലത്തിൽ നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഫ്യൂട്ടൈൽ മോശമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തുന്നുണ്ട്. പിതാവിനും മാതാവിനും പപ്പയ്ക്കും മമ്മിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി, അവർ അത് ഉൾക്കൊണ്ടു കഴിയുമ്പോഴാണ് മകൻ എന്ന നിലയ്ക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ വിജയപ്രദമായിട്ട് തീരുന്നത്. മാതാപിതാക്കൾ പറഞ്ഞത് കുട്ടിയായ എനിക്ക് മനസ്സിലായി തീരുമ്പോഴാണ്, പപ്പ അല്ലെങ്കിൽ അമ്മ ഉദ്ദേശിച്ചത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് തീരുക. അപ്പം ഞാനെന്ന വ്യക്തി, ഞാൻ പിതാവായിരിക്കാം, ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളൊരു പിതാവായിരിക്കാം, താങ്കളൊരു മാതാവായിരിക്കാം, താങ്കളൊരു കുട്ടിയായിരിക്കാം, താങ്കളൊരു യുവാവായിരിക്കാം, താങ്കളൊരു പക്ഷേ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം. ആര് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വെദർ ഐ ആം ആൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. ഞാൻ യഥാർത്ഥത്തിൽ ഒരു എഫക്റ്റീവായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു സിനിമ എടുത്തു നോക്കിയേ, ഒരു നാടകം എടുത്തു നോക്കിയേ, ഒരു റീൽ എടുത്തു നോക്കിയേ, അവരെന്ത് പറയുന്നു, ആ പറയുന്നത് അവരാഗ്രഹിച്ച കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ആ ഫിലിം വിജയിക്കുക, അല്ലെങ്കിൽ ആ നാടകം വിജയിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ ആ റീൽസ് വിജയിച്ചെന്ന് പറയാം. അപ്പം ഏതൊരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് തീരുക. അപ്പം അതുകൊണ്ട് ചിലവരൊക്കെ വീണ്ടും വീണ്ടും കൺക്ലൂഷനായിട്ട് ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയില്ല. അപ്പം ഒരു സംസാരത്തിൽ തന്നെ പല പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെടുമ്പോഴും ദാറ്റ്സ് ഓൾസോ എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ചിലവരിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ പോയിന്റ് ബൈ പോയിന്റ് ഞാൻ മീൻ ചെയ്ത കാര്യങ്ങളാണ്, അത് പല വാർത്ത ആവർത്തിക്കുമ്പോൾ അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. കമ്മ്യൂണിക്കേഷനിൽ സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു 40% മാത്രമുള്ളൂ. ബാക്കി 60% നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ ഭാവത്തിലൂടെ, നമ്മുടെ നിശബ്ദതയിലൂടെ, നമ്മുടെ വസ്ത്രധാരണത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഞാൻ നല്ലൊരു യഥാർത്ഥത്തിൽ ഞാനൊരു കമ്മ്യൂണിക്കേറ്റർ ആണോ എന്ന് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപയോഗിച്ചത്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണ് ഞാനെങ്കിൽ എൻ്റെ ജീവിതം വളരെ വിജയപ്രദമാണ്, എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആവുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഒത്തിരി ഉയരും എന്നുള്ള ഒരു തലത്തിലേക്ക്, മനസ്സിലാക്കലിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.